മീൻകറി നമ്മളെല്ലാവരും ഉണ്ടാക്കുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്ന മീൻകറിക്ക് ഒരേ ടേസ്റ്റ് അല്ലല്ലോ അല്ലേ? അപ്പോൾ പലരും വ്യത്യസ്തമായിട്ടാണ് മീൻകറി ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഞാൻ ഇന്നൊരു മീൻകറിയാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടി ഒരു ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ ആ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ഉലുവയാണ് ഇട്ട് കൊടുത്തത്. പ്രത്യേകിച്ച് അളവൊന്നുമില്ല, കൈ അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മുടെ ഉലുവ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ കൊച്ചുള്ളി, പച്ചമുളക്, കറിവേപ്പില, തൊലിയോട് കൂടി ചതച്ചെടുത്ത് വെളുത്തുള്ളി, ഇത്രയാണ് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് മീൻകറി വെക്കാറുള്ളത് എന്നുള്ളത് ഒക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കാം. അപ്പം ഞാൻ എപ്പോഴും വെറൈറ്റി ആയിട്ടുള്ള ഡിഷുകൾ ട്രൈ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഏതാണ് നമുക്ക് ടേസ്റ്റ് ആ ഒരു വിധത്തിലേക്ക് പിന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കി പിന്നെ എത്തിച്ചേരാറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മീൻകറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളെ കാണിക്കുന്നത്. നമ്മൾ സവാള ഇട്ടിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിന് പകരം നിങ്ങൾ കൊച്ചുള്ളിയൊക്കെ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. എന്നോട് പലരും ചോദിക്കാറുണ്ട് എന്തിനാണ് വെളുത്തുള്ളി തൊലിയോട് കൂടി ഇടുന്നത്, അത് വായിൽ കുടുങ്ങില്ല, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഒരിക്കലും ഇല്ല കേട്ടോ. ഈ ഒരു വെളുത്തുള്ളിയുടെ തൊലിക്ക് നല്ല ഫ്ലേവർ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വെളുത്തുള്ളി ഇതേപോലെ നിങ്ങൾ ഇട്ട് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് അരപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അരപ്പിൽ ഞാൻ കാശ്മീരി മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഫിഷ് മസാല, ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഫിഷ് മസാലയാണ്. അതാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇതിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടോ. അപ്പോൾ നമുക്ക് ജാറും കൂടെ കഴുകി ഒഴിക്കാം കേട്ടോ. ഇത് നമുക്ക് വാളംപുളിയുടെ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായി ഇളക്കി കൊടുത്തു. ഉപ്പ് നമ്മൾ ആ ഒരു അരപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരട്ടിട്ടോ, നന്നായിട്ട് തിളക്കണം. അരപ്പിവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഒരു കണയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കണമേനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എന്താണ് പറയാന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. നമുക്ക് ഈ ഒരു സമയത്ത് നമ്മുടെ മീൻ ലാസ്റ്റ് ഇളയിലാണ് കേട്ടോ. നമ്മളിതിലേക്ക് കൈ അളവിൽ കുറച്ച് ഉലുവാപ്പൊടി, അത് ഞാനിപ്പോൾ ഫ്രഷായിട്ട് പൊടിച്ചെടുത്തുള്ളതാണ്. അതേപോലെ നമ്മളെടുത്തുണ്ട് കറിവേപ്പില, ഒരിത്തിരി പച്ച വെളിച്ചെണ്ണ കുറച്ച്, കാരണം നമുക്കൊരു ലാസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രമാണ് ചേർക്കുന്നില്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ തീയൊക്കെ നമ്മൾ ഓഫ് ചെയ്തു. നമ്മുടെ മീൻ ചട്ടിയിൽ കിടന്നിട്ടാണ് ഇപ്പോൾ തിളക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ആരോടും പറയേണ്ട നമ്മൾ കുറച്ച് കായപ്പൊടി, ഇതാ കണ്ടല്ലോ. അപ്പോൾ ഇതും കൂടെ ഇടുക. നമ്മുടെ ചാനലിൽ വരുന്ന നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ മാത്രം കണ്ടാൽ മതി. അപ്പോൾ അതെന്താണെന്നറിയോ, അതൊരു സീക്രട്ടാണ്. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി മീൻകറി നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ പുറത്ത് വെച്ചിട്ട് തിളക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മണ്ണിൻ്റെ ചട്ടിയുടെ പ്രത്യേകത. അപ്പോൾ പല ചട്ടികളിലും നമ്മൾ മീനുണ്ടാക്കി കഴിക്കാറുണ്ട്. അപ്പോൾ ഇതിനൊരു പ്രത്യേകതയാണ്. ഇപ്പോൾ ഇതിന്ന് അടച്ച് വെച്ചിട്ട് നാളെ രാവിലെ എടുക്കുകയാണെങ്കിൽ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും മീൻകറി ഉണ്ടാക്കി നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക. അടുത്തൊരു കിടിലം വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക് യു.